ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന നാടാണ് കൊട്ടാരക്കര. ഒരു കാലത്ത് നെടുമങ്ങാട് മുതൽ ചെങ്കോട്ട വരെ വ്യാപിച്ചു കിടന്ന ഇളയിടത്ത് സ്വരൂപം എന്ന നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. സാക്ഷാൽ പെരുന്തച്ഛൻ്റെ കരവിരുത് ചാരുതയേകിയ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാട്. വിശ്വപ്രസിദ്ധിയാർജിച്ച കഥകളി എന്ന കലാരൂപത്തിൻ്റെ ഈറ്റില്ലവും കൊട്ടാരക്കര തന്നെ. സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ പ്രതിഭകൾക്ക് ജന്മം നൽകിയ കൊട്ടാരക്കരയിൽ നാടിന് അഭിമാനിക്കാവുന്ന നിരവധി സ്ഥാപനങ്ങളാണുള്ളത്. വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായത്. കൊട്ടാരക്കര, വെളിയം, പൂയപ്പള്ളി, എഴുകോൺ, നെടുവത്തൂർ, കരീപ്ര എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ 2015 കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർത്തപ്പെട്ടതിനെ തുടർന്ന് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ശേഷിക്കുന്ന 5 ഗ്രാമപഞ്ചായത്തുകളാണ് നിലവിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികാരപരിധിയിലുള്ളത്. തൃക്കണ്ണമംഗലിലെ ഗ്രാമവികസന വകുപ്പ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനം. 1953 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോനാണ് ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. 5 ഗ്രാമപഞ്ചായത്തുകളിലെ 13 ഡിവിഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നയിക്കുന്നത്. നവംബർ 11 ചുമതലയേറ്റ ഭരണസമിതിയാണ് ഇപ്പോഴത്തേത്. നമസ്കാരം, ഞാൻ ഐഷ പോറ്റി, കൊട്ടാരക്കര MLA. എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടു വരുന്ന സ്ഥലമാണ് ഈ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും ഉണ്ട്. അതിൽ 2 ബ്ലോക്ക് ഡിവിഷൻ വരുന്നുണ്ട്. ഈ കൊട്ടാരക്കര ബ്ലോക്കിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളും എൻ്റെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെട്ടിക്കവല ബ്ലോക്കിലുള്ള 3 പഞ്ചായത്ത്, ഇവിടെ 4 പഞ്ചായത്തും അപ്പുറത്ത് 3 പഞ്ചായത്തും. അപ്പോൾ ഇവരെല്ലാമായിട്ട് എപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഓരോരോ പദ്ധതികൾ വരുമ്പോഴും നല്ല കൂട്ടായ ആലോചനയോടെ അതിൻ്റെ ഫണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊട്ടാരക്കര ബ്ലോക്കിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടെ നല്ല ഉദ്യോഗസ്ഥർ, അതുപോലെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡൻ്റ് എല്ലാം ചേർന്നുകൊണ്ട് ഭരണസമിതി നല്ല ടീമായിട്ടാണ് പോകുന്നത്. നാട്ടുംപുറത്തിൻ്റെ മനോഹാരിത നിറഞ്ഞതാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശങ്ങളിലേറെ. ഇവിടുത്തെ ഭൂരിഭാഗം ജനവിഭാഗവും കർഷകരും കശുവണ്ടി തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരുമാണ്. സാധാരണക്കാരായ ഇവരുടെ ജീവിത പശ്ചാത്തലം ഉയർത്തുന്നതിനും സാമൂഹിക ഉന്നമനത്തിനുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രഥമ പരിഗണന നൽകിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ എസ് ശശികുമാർ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇടത്തരം കൃഷിക്കാരും സാധാരണക്കാരും ഇതര മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെ ഉള്ള ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയാണുള്ളത്. അവരുടെ സർവോത്മകമായിട്ടുള്ള ഉന്നമനത്തിനാവശ്യമായിട്ടുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തത്. ഫലപ്രദമായ മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനം ഒരുക്കുകയെന്നത് ഏതൊരു തദ്ദേശ ഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചും
വലിയ വെല്ലുവിളിയാണ് ഇക്കാലത്ത്. പ്രത്യേകിച്ചും ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യത്തിൽ. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പദ്ധതിയാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. നമുക്കറിയാം, ആളുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥിതി നാം കാണുകയാണ്. റോഡ് വക്കുകളിലെല്ലാം പ്ലാസ്റ്റിക് കുന്നുകൂടുന്നു. നമ്മുടെ ആളുകൾ പ്ലാസ്റ്റിക്കുകൾ അനിയന്ത്രിതമായി ഇട്ട് കത്തിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിലിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിക്കുന്ന അവസ്ഥ നാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗൗരവമായി ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്റും ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഷെഡിംഗ് യൂണിറ്റ് എന്ന ആശയം വരികയും 5000 സ്ക്വയർ ഫീറ്റിൽ അത് നിർമ്മിക്കുക മാത്രമല്ല വളരെ തൃപ്തികരമായി ആ പ്രവർത്തനം ക്ലീൻ കേരള മിഷൻ്റെ സഹായത്തോടുകൂടി, ക്ലീൻ കേരള മിഷനാണ് ആ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അവിടെ 4 സ്റ്റാഫുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. നമ്മുടെ ഷെഡിംഗ് യൂണിറ്റും ബെയിലിംഗ് യൂണിറ്റുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഷെഡിംഗ് ചെയ്യുന്ന പ്ലാസ്റ്റിക് നമ്മുടെ PWD വിഭാഗം ടാറിങ്ങിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. ബെയിൽ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ മറ്റ് അസംസ്കൃത വസ്തുവായി മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി അവർ കൊടുക്കുന്ന നിലപാടുകളും ഈ ഷെഡിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ജില്ലയിലെ ഏറ്റവും വലുതും കാര്യക്ഷമവുമായ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ വളരെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റാണ്. അതായത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏരിയയിൽ ഏറ്റവും അധികം പ്ലാസ്റ്റിക്കുകൾ വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തുകളിൽ താൽക്കാലികമായിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളെ തരംതിരിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റിലെത്തിച്ച് അവിടെ വെച്ച് 11 തരമായി തരംതിരിച്ച് ബെയിൽ ചെയ്യപ്പെടുകയും ബാക്കിയുള്ളവ ഷ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇതിനായിട്ട് പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റും ബെയിലിംഗ് യൂണിറ്റും സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബശ്രീ ആക്ടിവിറ്റി ഗ്രൂപ്പിനെയാണ് ഇതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി ഓരോ മാസവും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഷ്രെഡ് ചെയ്ത് ഇത് നമുക്ക് PWD ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലീൻ കേരള നിശ്ചയിച്ച് തന്നിട്ടുള്ള റേറ്റിൽ നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ബ്ലോക്കിൻ്റെ അധീനതയിലുള്ള പഞ്ചായത്തുകൾക്കെല്ലാം കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ അതിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷ്രെഡ് ചെയ്ത് അത് റോഡ് പണിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും റീസൈക്കിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിനൊരു പൈലറ്റായിട്ട് തന്നെ ഇവർ വളരെ വേഗത്തിൽ പഞ്ചായത്തുകളെ സഹായിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ. നാടിന് അഭിമാനമായ ഈ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് ഒട്ടേറെ പുരസ്കാരങ്ങളാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന് നേടിക്കൊടുത്തത്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് സന്തോഷപരമായി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതേപോലെ പ്രമിസിൽ ഒരു പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി അവർ നിലപാടുകൾ സ്വീകരിച്ചു. അയൽവാസികൾ അതുമായി ബന്ധപ്പെട്ട എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വാഭാവികമായും അത് മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. നമ്മൾ ബഹുമാനായിട്ടുള്ള കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ അബ്ദുൽ നാസർ അവർകൾ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഷെഡിംഗ് യൂണിറ്റ് നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രമിസിലാണ് ആ ഷെഡിംഗ് യൂണിറ്റ് ഉള്ളത്.
അവിടെ പോയി ഈ പറയപ്പെടുന്ന പരാതി കക്ഷികളുമായി പോകണം എന്ന നിലയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറയുകയും പ്രസിഡന്റും പരാതി കക്ഷികളുമായി നമ്മൾ തീരുമാനിക്കപ്പെട്ട ദിവസം ഇവിടെ വരികയും അവരെ കാര്യമായി ഞാൻ ഈ കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കാര്യമായി ബോധ്യപ്പെടുത്തി. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് സ്ഥാനിനെ പ്രത്യേകമായ ഒരു യോഗം ചേർന്നു. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ ഇത്രയും സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രമിസിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എതിർ നിൽക്കരുത് എന്ന് പറയുകയും തീർച്ചയായും ആ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ നമ്മുടെ ഷെഡ്യൂൾ യൂണിറ്റിൻ്റെ ഈ പ്രോബ്ലം കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ എടുത്തു പറയപ്പെടേണ്ട നേട്ടങ്ങളായി കാണുകയാണ്. ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഈ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയം, നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരിച്ച് എറിഞ്ഞു കളയപ്പെടേണ്ട പാഴ്വസ്തുക്കളല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയം അതിന് ജനങ്ങൾക്ക് അവബോധം ചെയ്യാൻ പ്രത്യേകിച്ചും ഒട്ടേറെ ട്രെയിനിങ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നിലയിൽ SIRDയും VTCയും IHRD എഞ്ചിനീയറിംഗ് കോളേജും നമ്മുടെ നവോദയ സ്കൂളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രമിസിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടും ഇവിടെ വരുന്ന പരിശീലനാർത്ഥികൾ കാണാനും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഒരു മ്യൂസിയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഈ യുവതലമുറ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഭവമാണ് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ അജൈവ മാലിന്യങ്ങളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അതായത് മാലിന്യങ്ങൾ, ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അവയെ കലാവിരുതുകൾ കൂടി ചേർത്തുകൊണ്ട് നല്ല ആശയങ്ങൾ ഉൾപ്പെടുന്ന പ്രോഡക്റ്റുകൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക. അതിലൂടെ പ്ലാസ്റ്റിക് സംസ്കരണം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ മ്യൂസിയം എന്ന് പറയുന്ന ആശയത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ നടത്തിയ നിസ്തുലമായ പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിനെ വേറിട്ടതാക്കി. ഇത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നെടുമൺകാവ് സാമൂഹികാരോഗ്യ കേന്ദ്രമാണ്. ക്യാൻസർ ചികിത്സയിൽ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ആധുനിക മാമോഗ്രാം യൂണിറ്റ് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു മാമോഗ്രാം യൂണിറ്റ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്താണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത്. ഡിജിറ്റൽ എക്സ്റേ കം മാമോഗ്രാം സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു താലൂക്ക് ആശുപത്രികളിൽ പോലും ഇല്ലാത്തൊരു സംവിധാനമാണ് മാമോഗ്രാം സെൻറ്റർ. നമ്മളിപ്പോൾ ഇതൊരു 2 പാർട്ടായിട്ടാണ്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഡിജിറ്റൽ എക്സ്റേ എന്നുള്ള പാർട്ടാണ് നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്യുന്നത്. അതിനുവേണ്ടി 22 ലക്ഷത്തിൽ പരം രൂപ അതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തുകളുടെയും വിഹിതമുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ അടുത്ത പടിയായിട്ടാണ് മാമോഗ്രാം സെൻറ്റർ. കാര്യം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൊട്ടാരക്കര മേഖലയിൽ ധാരാളം കശുവണ്ടി തൊഴിലാളികളും കരിങ്കൽ തൊഴിലാളികളും ഒക്കെ ഉള്ള ഈ മേഖലയിൽ ധാരാളം ബ്രസ്റ്റ് ക്യാൻസർ കേസുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ കേസുകൾ സ്റ്റേജ് 3ലും 4ലുമാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. സ്റ്റേജ് 3ലും 4ലും കണ്ടുപിടിക്കപ്പെടുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. മിക്കവാറും ഒരു പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റായി മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അതേസമയം നമുക്ക് സ്റ്റേജ് 1ലോ സ്റ്റേജ് 2ൻ്റെ ആദ്യ ഭാഗത്തോ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഈവൻ ജില്ലാ ആശുപത്രിയിൽ പോലും ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അത് ആൾക്കാർക്ക് പ്രയോജനപ്പെട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ എക്സ്റേ വരും വർഷങ്ങളിൽ അത് മാമോഗ്രാം സെൻ്ററായിട്ട് ഉയർത്തുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കൊണ്ട് ഇത്തരം ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് നെടുമൺകാവ് സാമൂഹികാരോഗ്യ കേന്ദ്രം സാക്ഷ്യം വഹിച്ചത്. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നെടുമൺകാവ് CHC ചെല്ലുമ്പോൾ ഓടിട്ട കുറേ കെട്ടിടങ്ങൾ മാത്രമായി നിന്ന സ്ഥലത്തു നിന്നും വ്യത്യസ്തമായി ഇന്നവിടെ ചെന്ന് കണ്ടാൽ ഹൈടെക് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. NHMൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള വലിയ OP കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാമോഗ്രാം സെൻ്ററിന് വേണ്ടി അല്ലെങ്കിൽ ഡിജിറ്റൽ എക്സ്റേക്ക് വേണ്ടി പ്രത്യേക കെട്ടിടങ്ങൾ,
ഓഫീസിനും ലാബിനും വേണ്ടിയുള്ള കോംപ്ലക്സ് അടക്കമുള്ളവ നമുക്ക് ഈ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടൊരു പ്ലാന്റ് പ്രത്യേകമായി സ്ഥാപിക്കുന്നതിനാവശ്യമായ നിലപാടുകളും നമുക്കിതിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള ഒരു കാര്യം, അവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപ മരുന്നിനും 1 ലക്ഷം രൂപ മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി 1 കോടി രൂപയാണ് വർഷം തോറും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, മരുന്ന് വാങ്ങുന്നതിനും അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ആരോഗ്യ മേഖലയിൽ നല്ല നിലയിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം മാത്രമല്ല, അവിടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ മാത്രമല്ല, ഗവൺമെൻറ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം OP തുടങ്ങണം. എനിക്ക് തോന്നുന്ന കൊല്ലം ജില്ലയിൽ ആദ്യമായി ഗവൺമെൻറ് പറഞ്ഞ ആ മാസം തന്നെ OPക്ക് വേണ്ടി പ്രത്യേക ഡോക്ടറെ നിയമിക്കുകയും അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടന്നു വരികയും ചെയ്യുകയാണ്. അപ്പോൾ നല്ല നിലയിൽ ആ ഹോസ്പിറ്റൽ നെടുമങ്കാവ് CHC നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കാലത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ മേഖലയിൽ പ്രത്യേകമായി എടുത്തു പറയപ്പെടേണ്ട നേട്ടം. തീർച്ചയായും അവിടുത്തെ ഡോക്ടർമാരടക്കമുള്ളവരുടെ സേവനം നമ്മൾ സ്മരണീയമാണ്, എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. രണ്ടാം പാലിയേറ്റീവ് പദ്ധതിയും ജീവിതശൈലി രോഗ ക്ലിനിക്കുകളും ആരോഗ്യ മേഖലയിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിനെ വ്യത്യസ്തമാക്കി. പ്രമേഹം, കൊളസ്ട്രോൾ അതുപോലെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ ഈ രോഗത്തിനനുസരിച്ചിട്ടുള്ള പോഷകാഹാരങ്ങൾ നൽകുക. അതിനായിട്ട് നമ്മൾ ഏകദേശം 7000-ഓളം ഗുണഭോക്താക്കളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ കാലയളവിൽ 22 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് ഇത്തരത്തിലുള്ള പദ്ധതി 17-18 മുതൽ നമ്മൾ ആരംഭിച്ച് ഈ വാർഷിക പദ്ധതിയിലും അത് തുടർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമാകുന്ന തുകയുടെ ഒരു 20% തുക ആ മേഖലയ്ക്കാണ് വിനിയോഗിച്ചത്. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം 2% തുക ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കാൻ പാടുപെടുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്രയും തുക ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ആരോഗ്യരംഗമാണ് കൂടുതൽ പുഷ്ടിപ്പെടേണ്ടത്. ജീവിതശൈലി രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ സാധാരണ ജനങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ, സെക്കൻഡറി പാലിയേറ്റിൻ്റെ പരിചരണം ലഭിക്കേണ്ട ആളുകൾ, പോഷകാഹാരം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമായ വൈവിധ്യമായ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തപ്പെട്ടിട്ടുണ്ട്. തുടർ വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയത്. ജീവിത സാഹചര്യങ്ങളുടെ കാഠിന്യം കൊണ്ട് 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാകാതെ പോയ വിവിധ പ്രായക്കാരായ 279 പേർക്ക് നിരന്തര പരിശീലനവും ആത്മവിശ്വാസവും നൽകി അവരെ SSLC തുല്യതാ പരീക്ഷയ്ക്കെത്തിക്കുന്നതിനും അതിൽ വിജയം നേടുന്നതിനും പ്രാപ്തരാക്കി. ഇതിൽ 86 പേർക്കാണ് തുല്യതാ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ലഭിച്ചത്. പലർക്കും പരീക്ഷ എഴുതാൻ പറ്റാതെ, ചിലർക്ക് നാണക്കേടാ പിന്നെ പോയി പഠിക്കാൻ. 10ാം ക്ലാസ് പാസ്സാവാത്തവർ, 4ാം ക്ലാസ് പാസ്സാവാത്തവർ, നല്ല പ്രായമുള്ളവർ വരെ അവർക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രേരകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്കിൽ പ്രേരകന്മാരുണ്ട്, തുടർ സാക്ഷരതാ പ്രവർത്തനങ്ങളുണ്ട്. അതുവഴി നല്ല ട്രെയിനിങ് 100-ലധികം പേർ, 100-200-ഓളം പേരെ വളരെ നന്നായിട്ട് ആക്കി ഒരു അംഗീകാരമായി അവർക്കത്. പഠിച്ച് പരീക്ഷ എഴുതി, തുല്യതാ പരീക്ഷ എഴുതിക്കൊണ്ട് പാസ്സായി പോകാനും ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനും അതുവഴി തൊഴിലിൻ്റെ സാധ്യത ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിശ്രമം കൊണ്ടുണ്ടായിട്ടുണ്ടെന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികൾ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. പട്ടികജാതി മേഖലയിൽ വളരെ മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റിയ നിരവധി പ്രോജക്റ്റുകളാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ആയത്. നിർവഹണം നമ്മുടെ സമയബന്ധിതമായി നിർവഹണം നടത്തുന്നതിന് നമ്മുടെ ഓഫീസും ബ്ലോക്ക് പഞ്ചായത്തും വളരെ കാര്യക്ഷമമായി ഇടപെടുകയും പദ്ധതി തുക ലാപ്സാകാതെ അതാത് വർഷം തന്നെ 100% നമ്മൾ എക്സ്പെൻഡിച്ചർ ആക്കുന്നതിന് നമ്മുടെ സഹായിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തും. നമ്മുടെ ഗുണഭോക്തൃ ലിസ്റ്റ് ലഭ്യമാക്കുന്നതിന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തന്നെ സമയബന്ധിതമായി ലിസ്റ്റുകളെല്ലാം ലഭിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ 5 വർഷ കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം വളരെ പട്ടികജാതി മേഖലയിൽ മുന്നേറ്റത്തിനും വളരെ മാറ്റത്തിനും തെളിയിക്കുന്ന പ്രോജക്റ്റുകളാണ് നമ്മൾ ഇതുവരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതി ക്ഷേമത്തിനും വികസനത്തിനുമായി ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട്
കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത്. എടുത്തു പറയേണ്ട ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ഈ 5 വർഷക്കാലം നടപ്പിലാക്കാൻ കഴിഞ്ഞു. പട്ടികജാതി മേഖലയിലെ വിദ്യാർത്ഥികൾ ട്യൂഷൻ പോകുന്നവർ ഉണ്ടെങ്കിലും വളരെ വിരളമാണ്. കുറേ സമ്പത്തുള്ള ആളുകൾ വിടുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ അവർക്ക് ഊന്നൽ നൽകാൻ വേണ്ടി ഉന്നതി എന്ന് പറയുന്നൊരു പദ്ധതി 10 ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു 3 വർഷക്കാലമായി നടപ്പിലാക്കി വരികയാണ്. പ്രധാനമായും നമ്മുടെ സ്കൂൾ തലത്തിൽ, ഹൈസ്കൂൾ തലത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ഊന്നൽ കൊണ്ട് അവർക്ക് അഡീഷണൽ ക്ലാസ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നൽകുന്ന നിലയിൽ ഡയറ്റുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന കുട്ടികൾക്ക് അത്യാവശ്യം സ്നാക്സും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന ഈ പറയുന്ന സ്കൂളിലെ അധ്യാപകർക്ക് അധിക സമയം പഠിപ്പിക്കുന്നതിന് ചെറിയ ഒരു റിനോവേഷനെല്ലാം കൊടുത്തുകൊണ്ടാണ് ആ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഗുണം പട്ടികജാതി മേഖലയിലെ കുട്ടികൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ കൂടുതൽ ഉന്നതിയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് വരുന്നതിന്, അവർ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനമായി ഈ പറയപ്പെടുന്ന ഉന്നതി എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മെറിറ്റോടെ സ്കോളർഷിപ്പ് ഇതിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഭരണസമിതി വരുമ്പോൾ MBBS-നും എഞ്ചിനീയറിംഗും മാത്രമാണ് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ എന്നാൽ ഗവൺമെൻറ് എല്ലാം നിർദ്ദേശവും നയങ്ങളുടെ ഭാഗമായി ഇന്ന് എല്ലാ ഭാഗം എന്തിനു പറയുന്നു, പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നമുക്കിപ്പോൾ മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് കൊടുക്കാം. വലിയ തുകയാണ് അവർക്ക് സ്വാഭാവികമായും പഠന സൗകര്യത്തിന് വേണ്ടി കിട്ടുന്നത്. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിലെ എല്ലാ ഭാഗത്തിലും ചോദിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ കൃത്യമായി കൊടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ 10 ലക്ഷം രൂപ വെച്ചാൽ പോരാത്ത തുക വീണ്ടും റിവിഷൻ പ്രോജക്റ്റിൽ വെച്ച് കൊടുക്കുന്ന നിലപാടും ഈ മെറിറ്റോറിയൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയണം. പിന്നെ നമുക്കറിയാം പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കാനുള്ള അസൗകര്യം, ആ വീടുകളെല്ലാം നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാം വളരെ തുച്ഛമായ സൗകര്യം മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു പറയപ്പെടുന്ന 1-2 മുറികൾ മാത്രം. കുട്ടികൾ പഠിക്കാൻ, അവർക്ക് സ്വസ്ഥമായി പഠിക്കാൻ സൗകര്യമില്ല. പഠനമുറികൾ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ നേരിട്ട് കൊടുക്കുകയും സർക്കാരിൻ്റെ പഠനമുറിയോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പഠനമുറികൾ പ്രത്യേകമായി നിർമ്മിച്ചു നൽകുന്ന ആവശ്യമായ പദ്ധതി വെക്കുകയും അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാൻ ആ പ്രവർത്തനം കഴിഞ്ഞു. ഇപ്പോഴും ആ പ്രവർത്തനം തുടർന്നു വരുന്നു എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആദ്യ വർഷം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായി. പദ്ധതി ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അത് ചെയ്യേണ്ട എന്ന് അടുത്ത വർഷങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നൽകുന്ന പ്രവർത്തനം അവിടെ ഈ പറയപ്പെടുന്ന കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ആവശ്യമായ മേശയും കസേരയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ്. ഇപ്പോഴും നൽകിയിട്ടുള്ള പഠനമുറികൾ 40 പേർക്ക് ഇപ്പോഴും വെച്ചിട്ടുണ്ട്, 20 പേർക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. അത് പറയപ്പെടുന്ന കുട്ടികൾക്ക് സ്വസ്ഥമായിരുന്ന് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 വർഷമായി നടത്തുന്ന ഒരു പദ്ധതിയെ കൂടി പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പട്ടികജാതി സങ്കേതങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാനായിട്ടുള്ള കളക്ടർ നമ്മുടെ കാർത്തിയായൻ സാർ ഇരുന്നപ്പോൾ ബ്ലോക്കിൽ ഒരു ദിവസം എന്നൊരു വലിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിലെ എല്ലാ പട്ടികജാതി സങ്കേതങ്ങളും വിവിധ പ്രദേശങ്ങൾ, വിവിധങ്ങളായ റോഡുകൾ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളൊക്കെ പോയി സന്ദർശിക്കുന്ന ഒരവസ്ഥയുണ്ടായി. വിവിധങ്ങളായ കേന്ദ്രങ്ങൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ചു. പ്രത്യേകിച്ചും പട്ടികജാതി മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന ചെറിയ ചെറിയ ബക്കറ്റുകളിൽ 10-15 ബക്കറ്റുകളായി ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുമ്പോഴും അല്ലാത്തപ്പോഴും കൊണ്ടൊക്കെ സ്വന്തമായി ഇല്ലാത്ത ആളുകളെല്ലാം ആ നിലയിൽ ചെയ്യുന്ന അവസ്ഥ നാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും വാട്ടർ ടാങ്ക് എന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി എല്ലാവർക്കും വാട്ടർ ടാങ്ക് 100 പേർക്ക് കഴിഞ്ഞ വർഷം കൊടുത്തു. ഇപ്രാവശ്യവും 120 പേർക്ക് കൊടുക്കുന്ന ആവശ്യമായ നിലപാടുകളുമായി പോയി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറേ ആളുകൾക്ക് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ചെറു ബക്കറ്റുകളെ തുറന്നു വെച്ചിരിക്കുന്ന ജലം മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് ഒഴിച്ചു വെക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രചോദനം, ഒരുപക്ഷേ അവർക്ക് സമ്പത്തുണ്ടാകുമ്പോൾ ഈ ടാങ്ക് എടുത്ത് മുകളിൽ വെച്ചുകൊണ്ട് അവർക്ക് ഈ പറയപ്പെടുന്ന പൈപ്പെല്ലാം വെച്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചോദനം കൂടിയാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നടപ്പിലാക്കിയത് എന്ന കാര്യം പ്രത്യേകമായി പറയേണ്ടതായിട്ടുണ്ട്. വിദേശത്ത് പോകുന്ന ആളുകൾക്ക്, ആദ്യമായി പോകുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ വരെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് സഹായം നൽകുകയാണ്. ആദ്യമായി പോകുന്നവർക്ക് വിസയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി അനുബന്ധ ചെലവുകൾക്കുമായി 1 ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ വർഷവും നടപ്പിലാക്കി ഇപ്രാവശ്യം നടന്നു വരികയാണ്. അടിസ്ഥാന മേഖലയായ കാർഷിക രംഗത്ത് നേതൃപരമായ പങ്കാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് വഹിച്ചത്. കരീപ്ര ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത്. 200 ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മാറിയതിൽ പ്രധാന പങ്ക് കരീപ്ര ഗ്രാമപഞ്ചായത്തിനുള്ളതാണ്. മറ്റ് പഞ്ചായത്തുകളിലും കാര്യമായി കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, 50 ഏക്കർ നെൽകൃഷി അധികമായി സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ എല്ലാ വിഷയങ്ങളിലും ഈ പറയപ്പെടുന്ന നെല്ലിൻ്റെ വില കുറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ പ്രമേയമൊക്കെ പാസ്സാക്കി നമുക്ക് ഗവൺമെൻറ് ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനൊക്കെ വൈവിധ്യമാർന്ന പ്രവർത്തനം നടത്തി അവർക്ക് നഷ്ടമില്ലാത്ത നിലയിൽ നെൽകൃഷി വ്യാപിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മുടെ ആ പഞ്ചായത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് മേഖലയും മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമായി കാണാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കാനുള്ളത്.
ഇത്തരം കാര്യക്ഷമമായ ഇടപെടലുകളുടെ ഫലമായി നെല്ലുൽപാദനത്തിൽ ഉൾപ്പെടെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വയം തൊഴിൽ പദ്ധതികളുമായി മുന്നോട്ട് വരുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നൽകി വരുന്നത്. കൊട്ടാരക്കര ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ 2.5 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ട് എക്യുപ്മെൻറ്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി സബ്സിഡിയായും 3,50,000 രൂപ കൊട്ടാരക്കര ധനലക്ഷ്മി ബാങ്കിൻ്റെ ലോണായും ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. 6 ലക്ഷം രൂപയുടെ വർക്കാണ് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. എത്ര തുക ഞങ്ങൾ ബാങ്കിലേക്ക് അടച്ചിട്ടുണ്ടായിരുന്നോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് മടക്കി തരികയും അതിന് സജീവമായിട്ട് കൊട്ടാരക്കര ബ്ലോക്കിൽ നിന്നും പ്രസിഡൻറ്റും ബ്ലോക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോടൊപ്പം നിൽക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ മാസങ്ങളിലും കറക്റ്റായിട്ട് അടവുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വർക്ക് നല്ല രീതിയിൽ നടക്കുകയാണ്. പിന്നെ 2019 കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ എന്നാലും വർക്കുകൾക്ക് കുറവൊന്നുമില്ല. ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ആസ്തിയുമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ കൊട്ടാരക്കര ബ്ലോക്കിൻ്റെ ഒരു പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നത്. ചെറുകിട തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് പ്രത്യേകമായി, നമുക്കെല്ലാം അറിയാം, പണ്ട് 10,000 രൂപ റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുക, അത് പ്രത്യേകമായി വിഹിതം വെച്ചൊക്കെ പോകുന്ന സ്ഥിതി വ്യത്യസ്തമായി 2.5 ലക്ഷം 3 ലക്ഷം രൂപ വരെ റിവോൾവിംഗ് ഫണ്ട് സബ്സിഡിയായി നൽകാൻ ഗവൺമെൻറ് 2 വർഷക്കാലം മുമ്പ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങൾ ഒട്ടേറെ സംരംഭങ്ങൾ, ഒരു 10ഓളം സംരംഭങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. എൻ്റെ ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട പാണ്ഡ്ര പൗരാവലി എന്ന് പറയുന്ന പുരുഷ സംഘം നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം ഗംഭീരമായി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. നമ്മൾ 2 ലക്ഷം രൂപ സബ്സിഡി കൊടുത്തു, അവർ ബാക്കി 3 ലക്ഷം രൂപ ലോൺ കൊടുത്ത് 6 ലക്ഷം രൂപയിൽ തുടങ്ങിയ പദ്ധതി ഇന്ന് 30 ലക്ഷം രൂപയുടെ ആസ്തിയുമായി ഈ പറയപ്പെടുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെ തന്നെ, അതായത് നമ്മൾ അത്യാവശ്യം 2000 പേർക്ക് ഇരിക്കുന്ന ആവശ്യമായ പന്തലുകൾ, അതിനാവശ്യമായ സദ്യ കൊടുക്കുന്നതിന് ആവശ്യമായ പാത്രങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള മൊത്ത സംവിധാനവും കൂടിയാണ് അവർ പ്രവർത്തനം നടത്തുന്നത്. പ്രത്യേകിച്ച് ഇതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പ്രത്യേകമായി ചെന്നപ്പോൾ കണ്ടൊരനുഭവം, അവർ ഒരു ഓഡിറ്റോറിയം തന്നെ വാടകയ്ക്കെടുത്ത് അവർ തന്നെ നടത്തുന്ന സ്ഥിതി നാം കാണുകയുണ്ടായി. കുറേയധികം ചെറുപ്പക്കാർ അതുമായി ബന്ധപ്പെട്ട അവർക്ക് തൊഴിലായി എന്നുള്ളത് പ്രധാനമാണ്. ആ ഗ്രൂപ്പിന് വലിയ ആസ്തി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് നാടിനാകെ ഒരു മെസ്സേജായി പോകുന്ന നിലയും ഈ ചെറുകിട സംരംഭവുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്ത സംരംഭത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ എഴുകോൺ പഞ്ചായത്തിലും ബോയിപ്പള്ളി പഞ്ചായത്തിലും വെളിയം പഞ്ചായത്തിൽ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ, ഈ പറയപ്പെടുന്ന ചെറുകിട സംരംഭങ്ങൾ, നമ്മുടെ തയ്യൽ യൂണിറ്റ്, അതിനാവശ്യമായ പരിശീലന കേന്ദ്രങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ബ്യൂട്ടീഷ്യൻ സെൻ്ററുകൾ ഒക്കെ, കാറ്ററിംഗ് കേന്ദ്രങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും വനിതകൾക്കെല്ലാം മാർട്ടർഷയൊക്കെ നൽകുന്ന പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ നമ്മളിതിൻ്റെ ഭാഗമായി, സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഭാഗമായി, ചെറുകിട സംരംഭങ്ങളുടെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഉൽപാദന മേഖലയിലും സേവന മേഖലയിലുമായി 220 വ്യവസായ സംരംഭങ്ങളാണ് ഇക്കാലയളവിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ രൂപം കൊണ്ടത്. സംരംഭകത്വ ഗ്രൂപ്പുകൾക്ക് തൊഴിൽ വരുമാനം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക്, ഏകദേശം വനിതാ ഗ്രൂപ്പുകൾക്ക് 85% സബ്സിഡി നൽകിക്കൊണ്ട് അവരുടെ തൊഴിൽ വരുമാനം നേടിയെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 6 ലക്ഷം രൂപ ഈ കാലയളവിൽ നമ്മൾ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക്, തൊഴിൽ രഹിതരായിട്ടുള്ള യുവജനങ്ങൾക്ക് സബ്സിഡി നൽകുന്ന ഇനത്തിൽ ഏകദേശം 17 ലക്ഷം രൂപയും ഈ കാലയളവിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഏകദേശം 220ഓളം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നതിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. വെളിയത്തിനടുത്തുള്ള കളപ്പിലയിലെ ഒരു അംഗൻവാടിയാണിത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണിത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അർത്ഥവത്തായ തൊഴിൽ ദിനങ്ങൾ നൽകുക വഴി നാടിൻ്റെ ആസ്തി വികസനത്തിന് മുതൽക്കൂട്ടാക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ഇവിടെ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആസ്തി വികസനം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അതിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു.
അപ്പം നേരത്തെ നടത്തിയിരുന്ന മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തികൾക്ക് പുറമേ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതിയാക്കി മാറ്റുന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ അടുത്ത കാലയളവിൽ തന്നെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ നല്ല ഒരു അംഗനവാടി കെട്ടിടം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി, അതുപോലെ തന്നെ ഇപ്പോൾ ഉപജീവന ആസ്തികൾ സൃഷ്ടിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. പശുക്കളെ വളർത്തി ഉപജീവന മാർഗം ഉള്ള ആളുകൾക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചു നൽകുക, ആട്ടിൻകൂട് നിർമ്മിച്ചു നൽകുക, കോഴിക്കൂട് നിർമ്മിച്ചു നൽകുക, അവർക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പൂർണ്ണമായിട്ടും നിർമ്മിച്ചു നൽകുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത് പരമാവധി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായ പ്രദേശങ്ങളിൽ 100-ലധികം കുളങ്ങൾ നിർമ്മിച്ചാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയത്. ഈ ജലം അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഏറ്റവും അധികം കൊല്ലം ജില്ലയിൽ കുളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത്. 20 കൊല്ലം കൊണ്ട് വാടക കെട്ടിടത്തിലായിരുന്നു. പിന്നെ ബ്ലോക്കിൻ്റെ ഇത് ഫണ്ട് വെച്ച് ശശികുമാർ സാർ വന്നതിനൊക്കെ ശേഷം നമുക്ക് ഒരാൾ കുറച്ച് 3 സെൻറ്റ് സ്ഥലം സ്വന്തമായി ഇതായിട്ട് തന്ന് അങ്ങനെ ശശികുമാർ സാറിൻ്റെ ഇത് വെച്ച് നമുക്ക് കെട്ടിടം ഇവിടെ അനുവദിച്ചു തന്നു. സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ. അംഗനവാടിയാണ്. അംഗനവാടിക്ക് സ്ഥിരമായ കെട്ടിടമില്ലാത്ത ഒട്ടേറെ അംഗനവാടികൾ നമ്മുടെ ബ്ലോക്ക് മേഖലയിലുണ്ട്. നമ്മൾ വിവിധ ഘട്ടങ്ങളായി ഈ പറയപ്പെടുന്ന അംഗനവാടികൾക്ക് വസ്തുക്കളെടുത്ത് കെട്ടിടം പണിയുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും കെട്ടിടം പണിഞ്ഞ് നമ്മൾ വൃത്തിയായി കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ തനതായി അവിടെ ഫണ്ട് ഉപയോഗിച്ചും ഒക്കെ നമ്മുടെ ഈ പറയപ്പെടുന്ന CDP മേഖലയിലെ 177 അംഗനവാടികളിൽ ഭൂരിപക്ഷത്തിനും നമുക്ക് കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർക്ക് സമൂഹത്തിൻ്റെ കരുതലും കാരുണ്യ സ്പർശവും ആവശ്യമാണെന്ന കാഴ്ചപ്പാടാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റേത്. മുച്ചക്രവാഹനങ്ങളായും ഇലക്ട്രോണിക് വീൽചെയറുകളായും വിവിധ തരം സ്കോളർഷിപ്പുകളായും ആ സ്നേഹം അവരെ തേടിയെത്തി. പാവപ്പെട്ട അംഗവികലരായ കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നവരും അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഒട്ടേറെയുണ്ട്. അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയാണ്, അല്ല ഭരണസമിതിയാണ്. തീർച്ചയായും ഈ അംഗപരിമിതരായ കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ അംഗപരിമിതരായിട്ടുള്ളവർക്ക് 2 ഘട്ടങ്ങളായി എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ ശ്രീമാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി പങ്കെടുത്തുകൊണ്ടും ഒരു പ്രാവശ്യം ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ പങ്കെടുത്തുകൊണ്ടും 2 ഘട്ടങ്ങളിലായി നമുക്ക് 50ഓളം പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായ സഹായം ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രവണ സഹായി ഒരു പ്രാവശ്യം മെഡിക്കൽ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി ഒരു 65 പേർക്ക് ശ്രവണ സഹായിയും 350 പേർക്ക് നമ്മുടെ ബ്ലോക്ക് മേഖലയിലെ കണ്ണടയും വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അംഗപരിമിതരെ കൂടുതൽ കരുതൽ നൽകിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യമായി ബ്ലോക്ക് പഞ്ചായത്ത് കാണുകയാണ്. വിഭാവനം ചെയ്യുന്ന പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് ഊർജ്ജസ്വലമായ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി വിജയങ്ങൾക്ക് പ്രധാന കാരണമായത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൊട്ടാരക്കര ബ്ലോക്കിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടെ നല്ല ഉദ്യോഗസ്ഥരെ, അതുപോലെ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡൻ്റ് എല്ലാം ചേർന്നുകൊണ്ട് ഭരണസമിതി നല്ല ടീമായിട്ടാണ് പോകുന്നത്. എനിക്ക് എപ്പോഴും സ്ട്രൈക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഈ ത്രിതല പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് എപ്പോഴും പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇപ്പം നിരവധി പുരസ്കാരങ്ങൾ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വാങ്ങിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ വേറിട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, ഓഫീസുകൾ നല്ല സെറ്റപ്പാക്കി നല്ല അടുക്കും ചിട്ടയോടുകൂടിയാക്കാൻ നല്ലൊരു സെക്രട്ടറി ഉണ്ട്, ഉദ്യോഗസ്ഥ ടീമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ് രാജിൻ്റെ നേതൃത്വത്തിൽ
ഏറെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനമാണ് ഇവിടെയുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരെല്ലാം തന്നെ കാര്യപ്രാപ്തിയോടെ ചെയ്യുന്ന ഒട്ടേറെ ജീവനക്കാർ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. എല്ലാവരും നല്ല നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഉന്നതിയിലെത്തണം, അവാർഡുകൾ വാങ്ങണം, കൂടുതൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങണം എന്ന കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രത്യേകമായി ഇവിടുന്ന 3-4 സെക്രട്ടറിമാർ, ശ്രീ അനിൽകുമാർ, ശ്രീ മെൽവിൻ സാറ്, ശ്രീ ഗീതാകുമാർ, ശ്രീ അജയരാജ് അടക്കമുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാലാകാലങ്ങളിൽ വന്ന സെക്രട്ടറിമാർ, അവരെല്ലാം തന്നെ ഇതിനനുഗുണമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ആ നിലയിൽ കണ്ടു. അതുമാത്രമല്ല, ഈ കുട്ടനാട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് 100% എക്സ്പെൻഡിച്ചറാക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. അതിന് അവാർഡുകൾ 2-3 പ്രാവശ്യം നമുക്ക് അതിന് തന്നെ പ്രത്യേകമായി തന്നിട്ടുണ്ട്. അതിന് സ്വാഭാവികമായും നടപ്പിലാക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് നിർവഹണ ഉദ്യോഗസ്ഥർ അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയൂ. ആ നിലയിൽ നമുക്ക് ആ പ്രവർത്തനം നടത്തി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ആ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ വിഭാഗവും പരസ്പര പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന് കൈവരിക്കാനായത് ഒട്ടേറെ നേട്ടങ്ങളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ വിലയിരുത്തലാണ് ഈ 15 മുതൽ 20 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് 2 തവണ സംസ്ഥാന ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സംസ്ഥാന സ്വരാജ് ട്രോഫി പുരസ്കാരവും 1 തവണ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച അംഗീകാരം, ഏറ്റവും നല്ല ബ്ലോക്കിനുള്ള പഞ്ചായത്ത് സശാക്തീകരൺ പുരസ്കാരവും നേടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുരസ്കാര തുകകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇവിടുത്തെ വിശാലമായ ഓഡിറ്റോറിയവും മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ISO സർട്ടിഫിക്കേഷൻ നേടാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഖച്ഛായയല്ല ഇപ്പോഴുള്ളത്. നമുക്ക് വലിയ നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വിവിധങ്ങളായിട്ടുള്ള അവാർഡ് തുകകൾ, മുഖ്യമന്ത്രിയുടെ ഹരിത അവാർഡ് അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് സ്വാഭാവിക ലഭ്യമായ ഫണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അപാകത കൊണ്ട് ഒരു 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു മിനി ഓഡിറ്റോറിയം മാത്രം ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് ഒരു 100-400 പേർക്ക് ഇരിക്കത്തക്ക നിലയിൽ 2 നിലകളിലായി വലിയൊരു ഓഡിറ്റോറിയം നമുക്ക് സായത്തമാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം പൂർത്തി ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഗുണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചത് ഈ പാവപ്പെട്ട ആളുകൾക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിനാവശ്യമായ സൗകര്യം കൂടിയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ആ നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ കോവിഡ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് പോകാൻ കഴിയുന്നില്ല. നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റോറിയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ഇവിടുത്തെ പരിശീലന കേന്ദ്രങ്ങൾക്കൊക്കെ നമുക്കിത് വിട്ടുകൊടുക്കാൻ കഴിയും എന്ന കാഴ്ചപ്പാടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. സ്വരാജ് പുരസ്കാരത്തിൻ്റെ നാമധേയത്തിൽ തന്നെ സ്വരാജ് പുരസ്കാര ഓഡിറ്റോറിയം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിന് മുന്നിൽ നമ്മുടെ മഹാത്മാഗാന്ധി, നമുക്കെല്ലാം ഈ പറയപ്പെടുന്ന ഗ്രാമ സ്വരാജ് എന്ന ആശയം സ്വപ്നം കണ്ട നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അതിന് മുമ്പിൽ പ്രത്യേകമായി സജ്ജീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന കാര്യവും എടുത്തു പറയേണ്ട കാര്യമാണ്. പുരസ്കാരം കിട്ടിയ തുകകൾ അതും ഗുണകരമായിട്ട് ഉപയോഗിച്ചു. ഈ മുമ്പിൽ കാണുന്ന ഒരു വലിയ ഹാള്, ഒരു നയാ പൈസ കളയാതെ അവർക്ക് കിട്ടിയ പുരസ്കാര തുക ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു ക്ലാസ് എടുക്കണമെങ്കിലൊക്കെ വലിയ സഹായമാണ്. അപ്പോൾ അതുവരെ അവർ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അത് അങ്ങനെയൊക്കെ വളരെ മികച്ച പ്രവർത്തനമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രവർത്തന നിലവാരത്തിൻ്റെയും സേവന ഗുണനിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ 2019 ലഭിച്ച ISO സർട്ടിഫിക്കേഷൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മികവിന് സാക്ഷ്യം പറയും. ഇച്ഛാശക്തിയും ദിശാബോധവുമുള്ള ഒരു നേതൃത്വത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാവുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇക്കഴിഞ്ഞ 5 വർഷ കാലയളവിലെ പ്രവർത്തനങ്ങൾ. ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ചു. അപ്പം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്ത് വാർത്ത നിർത്തുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഈ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയണ്ടേ?
പത്രത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമം പ്രതീക്ഷിക്കുന്നതും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും എന്തായിരിക്കും? സ്വാഭാവികമായും അതാണല്ലോ പൊതുസമൂഹത്തിൽ പറയേണ്ടത്. ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു, പ്രസിഡന്റ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല, അപ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് എൻ്റെ പ്രസിഡന്റിനോട് ചോദിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു. എനിക്ക് അവരുടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ആസൂത്രിത ഗ്രാമവികസനത്തിന് വിപുലമായ പദ്ധതികളാണ് ഇക്കാലയളവിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത്. ജനപങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തി നടപ്പാക്കിയ ഇത്തരം പദ്ധതികൾ കാലമേറെ കഴിഞ്ഞാലും ജനമനസ്സുകളിൽ മായാതെ നിൽക്കുമെന്ന ബോധ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസാരഥികളെ മുന്നോട്ട് നയിക്കുന്നത്.